ടി.പി. വധക്കേസിൽ CPM നേതാവ് ജ്യോതി ബാബുവിന് ജാമ്യം അനുവദിക്കുന്നതിനെ എതിർത്ത് സംസ്ഥാനം ഹീനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ആണ് സംസ്ഥാനം പറയുന്നത്. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. ബി ബാലഗോപാൽ ചേർന്നു വിവരങ്ങളുമായി. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഏറെ കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ടി.പി. വധക്കേസ് എന്നറിയാം. ഈ സംഭവത്തിൽ എന്തുകൊണ്ടായിരിക്കും സംസ്ഥാനം ഇപ്പോൾ ഇങ്ങനെ ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്? മോത്തി, തീർച്ചയായും മോത്തി പറഞ്ഞതുപോലെ തന്നെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ്. ആ വധക്കേസിലെ പ്രതികൾക്ക് നിർലോഭമായി ജാമ്യവും പരോളും അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ വിമർശനങ്ങൾ ഈ സംസ്ഥാന സർക്കാരിനെതിരെ നേരത്തെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഈ കേസിലെ 12ാം പ്രതിയും ഹൈക്കോടതി ശിക്ഷയ്ക്ക് കുറ്റക്കാരനാണെന്ന് കുറ്റവാളിയെന്ന് കണ്ടെത്തിയ ജ്യോതി ബാബുവിൻ്റെ ജാമ്യത്തെ എതിർത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്ന. ആ സത്യവാങ്മൂലത്തിൻ്റെ പകർപ്പാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിലാണ് ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിന് ഹീനമായ കുറ്റകൃത്യമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇതാദ്യമായിട്ടാകാം സംസ്ഥാന സർക്കാർ ഈ കേസിലെ ഇത്തരമൊരു കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ സ്വീകരിക്കുന്നത് എന്ന് വേണം പറയേണ്ടതായി വരുന്നത്. ഈ ഹീനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന പ്രതിക്ക് അതിൽ ഹൈക്കോടതി ശിക്ഷിച്ച ഒരാൾക്ക് ജാമ്യം അനുവദിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ട ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകുന്നതുമായി ബന്ധപ്പെട്ട് പലതവണ ടി.പിയുടെ ഭാര്യയായ കെ രമ വരെ ഈ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്, പുറത്തു പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നു, മൊബൈൽ ഫോൺ അടക്കം ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുന്നു. അങ്ങനെ സംസ്ഥാനത്തെ ജയിലിലുള്ള ഈ പ്രതികൾക്ക് എല്ലാ സൗകര്യവും ഒത്താശയും സംസ്ഥാനം ചെയ്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരിടപെട്ട് ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇതിലൊരു രാഷ്ട്രീയ ഇടപെടൽ എന്ന തരത്തിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു ഇടപെടലാണ് എന്ന് നമുക്ക് പറയാമോ? ഇതിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? മോത്തി, എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തതെന്ന കാര്യം വ്യക്തമല്ല. കാരണം ഈ കേസ് മുമ്പ് വന്നപ്പോൾ തന്നെ പലതവണ ഈ സംസ്ഥാന സർക്കാർ ഈ ജാമ്യത്തെ എതിർക്കുകയോ അനുകൂലിക്കുകയോ സംബന്ധിച്ചൊരു നിലപാട് സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരുന്നില്ല. അത് കെ രമയുടെ അഭിഭാഷകൻ അതിനെ സുപ്രീം കോടതിയിൽ രൂക്ഷമായി വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് സംസ്ഥാന സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കിക്കൊണ്ടൊരു സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നത്. ഈ ജ്യോതി ബാബു ഈ CPMന്റെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. നിലവിൽ അദ്ദേഹം ഡയാലിസിസിന് വിധേയനായി ചികിത്സയിലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് ആരോഗ്യ കാരണങ്ങളാൽ ഈ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജാമ്യത്തെ എതിർക്കുന്നതിന് 2 കാര്യങ്ങളാണ് സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഒന്ന്, ഇത് ഹീനമായ കുറ്റകൃത്യമാണ്. ഇതിൽ ഹൈക്കോടതി ശിക്ഷിച്ച ഒരു പ്രതിക്ക് ജാമ്യം അനുവദിക്കുക എന്നതാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതിനു പുറമെ സംസ്ഥാനം പറഞ്ഞിരിക്കുന്നത് ജ്യോതി ബാബുവിന് ആവശ്യമായ ചികിത്സയൊക്കെ ഈ നൽകാൻ ആശുപത്രിയിൽ ഒരുക്കുന്നുണ്ട്. സംസ്ഥാന ജയിൽ അധികൃതർ അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നാണ് സംസ്ഥാനം ഇപ്പോൾ രേഖാമൂലം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മോദി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അറിവിൽ ഇതാദ്യമായിട്ടായിരിക്കാം സുപ്രീം കോടതിയിൽ ഇത്തരമൊരു ശക്തമായ നിലപാട് ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഈ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അതിൽ തന്നെ പറയുന്നത് ഇതിൽ ഒരു ഹീനമായ കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ജാമ്യത്തെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഇപ്പോൾ എതിർക്കുന്നത്. ബാലഗോപാൽ, തെറ്റായ സന്ദേശം നൽകുന്ന കാര്യമൊന്നും ചെയ്യാൻ പാടില്ല എന്ന് സംസ്ഥാന സർക്കാരിന് വാശിയുണ്ട് എങ്കിൽ അങ്ങനെ തെറ്റായ സന്ദേശം നൽകുന്ന യാതൊന്നും ചെയ്യാൻ പാടില്ല എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. ചെറുതായിട്ട് അതൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ബി ബാലഗോപാലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇപ്പോൾ ആ സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭ്യമായിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് പങ്കുവച്ചത്.